ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14 അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിന് പോയത് എന്ന്? ഉത്തരം: ഒരു സാബത്തിൽ. ചോദ്യം 2: സാബത്തിൽ ഈശോ ഭക്ഷണത്തിന് പോയത് ആരുടെ വീട്ടിൽ? ഉത്തരം: ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ. ചോദ്യം 3: ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിന് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രോഗി ആര്? ഉത്തരം: ഒരു മഹോദര രോഗി. ചോദ്യം 4: സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് യേശു ചോദിച്ചത് ആരോട്? ഉത്തരം: നിയമജ്ഞരോടും ഫരിസേയരോടും. ചോദ്യം 5: സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് യേശു നിയമജ്ഞരോടും ഫരിസേയരോടും ചോദിച്ചപ്പോൾ അവർ എന്തു ചെയ്തു? ഉത്തരം: അവർ നിശബ്ദരായിരുന്നു. ചോദ്യം 6: മഹോദര രോഗിയെ യേശു അടുത്ത് വിളിച്ച് എന്തു ചെയ്തു? ഉത്തരം: സുഖപ്പെടുത്തി അയച്ചു. ചോദ്യം 7: സാബത്തിൽ തന്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ എന്ത് ചെയ്യാത്തവരായി ആരുണ്ടോ എന്നാണ് ചോദിച്ചത്? ഉത്തരം: ഉടൻ പിടിച്ച് കയറ്റാത്തവനായി. ചോദ്യം 8: മറുപടി പറയാൻ അവർക്ക് കഴിയാതിരുന്നത് ഏതു ചോദ്യത്തിനാണ്? ഉത്തരം: സാബത്തിൽ തന്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് എന്ന ചോദ്യത്തിന്. ചോദ്യം 9: ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് പറഞ്ഞ ഉപമ ഏതാണ്? ഉത്തരം: അതിഥിയുടെയും ആതിഥേയന്റെയും. ചോദ്യം 10: അവൻ അവരോടൊരു ഉപമ പറഞ്ഞത് എപ്പോൾ? ഉത്തരം: ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ. ചോദ്യം 11: ആരെങ്കിലും നിന്നെ കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ എന്ത് ചെയ്യരുത് എന്നാണ് പറയുന്നത്? ഉത്തരം: പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. ചോദ്യം 12: ഒരു പക്ഷേ നിന്നേക്കാൾ ഡാഷ് ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. ഉത്തരം: ബഹുമാന്യനായ. ചോദ്യം 13: നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് എന്തു പറയും എന്നാണ് പറയുന്നത്? ഉത്തരം: ഇവന് സ്ഥലം കൊടുക്കുക. ചോദ്യം 14: ഇവന് സ്ഥലം കൊടുക്കുക എന്ന് പറയുമ്പോൾ നീ എന്ത് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്? ഉത്തരം: നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കും. ചോദ്യം 15: നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ എവിടെ ചെന്നിരിക്കാനാണ് പറയുന്നത്? ഉത്തരം: അവസാനത്തെ സ്ഥാനത്ത്. ചോദ്യം 16: അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഉത്തരം: ആതിഥേയൻ വന്ന് നിന്നോട് മുൻപോട്ട് കയറിയിരിക്കുക എന്ന് പറയും. ചോദ്യം 17: എപ്പോഴാണ് നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുൻപാകെ നിനക്ക് മഹത്വമുണ്ടാവുക? ഉത്തരം: ആതിഥേയൻ വന്ന് നിന്നോട് മുൻപോട്ട് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ. ചോദ്യം 18: തന്നെ തന്നെ ഉയർത്തുന്നവൻ ഡാഷ്. തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഡാഷ്. ഉത്തരം: തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ചോദ്യം 19: തന്നെ ക്ഷണിച്ചവനോട് ആരെയൊക്കെയാണ് വിളിക്കരുതെന്ന് യേശു പറഞ്ഞത്? ഉത്തരം: സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ. ചോദ്യം 20: നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യുന്നത് എപ്പോഴാണ്? സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ നീ വിരുന്നിന് ക്ഷണിച്ചാൽ. ചോദ്യം 21: നീ സദ്യ നടത്തുമ്പോൾ വിളിക്കേണ്ടതാരെ? ഉത്തരം: ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ. ചോദ്യം 22: ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ സദ്യയ്ക്ക് ക്ഷണിച്ചാൽ നീ ആരാകും? ഉത്തരം: ഭാഗ്യവാനായിരിക്കും. ചോദ്യം 23: ദരിദ്രർ, വികലാംഗർ,
മുടന്തർ, കുരുടർ എന്നിവരെ സദ്യയ്ക്ക് ക്ഷണിച്ചാൽ നീ ഭാഗ്യവാനാകും എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം: പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. ചോദ്യം 24. ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ സദ്യയ്ക്ക് ക്ഷണിച്ചാൽ നിനക്ക് പ്രതിഫലം ലഭിക്കുന്നത് എവിടെ നിന്ന്? ഉത്തരം: നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ. ചോദ്യം 25. ദൈവരാജ്യത്തിൽ എന്ത് ഭക്ഷിക്കുന്നവനാണ് ഭാഗ്യവാൻ? ഉത്തരം: അപ്പം. ചോദ്യം 26. ഒരു വലിയ സദ്യ ഒരുക്കി അവൻ എന്ത് ചെയ്തു? ഉത്തരം: വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. ചോദ്യം 27. സദ്യയ്ക്ക് സമയമായപ്പോൾ ആരെ അയച്ച് ആരെയാണ് അറിയിച്ചത്? ഉത്തരം: ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു. ചോദ്യം 28. ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചതെന്ത്? ഉത്തരം: വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. ചോദ്യം 29. സദ്യയ്ക്ക് സമയമായെന്നറിയിച്ചപ്പോൾ ക്ഷണിക്കപ്പെട്ടവരെല്ലാം ഒന്നുപോലെ പറയാൻ തുടങ്ങിയതെന്ത്? ഉത്തരം: ഒഴിവു കഴിവുകൾ. ചോദ്യം 30. ഒന്നാമൻ പറഞ്ഞതെന്ത്? ഉത്തരം: ഞാൻ ഒരു വയൽ വാങ്ങി, അത് പോയി കാണേണ്ടിയിരിക്കുന്നു. ചോദ്യം 31. ഒന്നാമൻ അപേക്ഷിച്ചതെന്ത്? എന്നെ ഒഴിവാക്കണമെന്ന്. ചോദ്യം 32. മറ്റൊരുവൻ പറഞ്ഞതെന്ത്? ഉത്തരം: 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകേണ്ടിയിരിക്കുന്നു. ചോദ്യം 33. 5 ജോഡി കാളകളെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം: പരീക്ഷിച്ചു നോക്കുവാൻ. ചോദ്യം 34. മറ്റൊരുവൻ എത്ര ജോഡി കാളകളെയാണ് വാങ്ങിയത്? ഉത്തരം: 5 ജോഡി. ചോദ്യം 35. മൂന്നാമതൊരുവൻ പറഞ്ഞതെന്ത്? ഉത്തരം: എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, എനിക്ക് വരാൻ നിവർത്തിയില്ല. ചോദ്യം 36. ഗൃഹനാഥൻ കോപിച്ച് ആരെ കൂട്ടിക്കൊണ്ടുവരാനാണ് ദാസനോട് പറഞ്ഞത്? ഉത്തരം: ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും. ചോദ്യം 37. എവിടെ ചെന്നാണ് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്? ഉത്തരം: പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന്. ചോദ്യം 38. നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയും എന്തുണ്ട് എന്നാണ് ദാസൻ പറഞ്ഞത്? ഉത്തരം: സ്ഥലമുണ്ട്. ചോദ്യം 39. ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യജമാനൻ പറഞ്ഞത് എന്ത്? ഉത്തരം: നീ പെരുവഴികളിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക. ചോദ്യം 40. മൂന്നാം തവണ ദാസനെ അയച്ചത് എങ്ങോട്ട്? ഉത്തരം: പെരുവഴിയിലും ഇടവഴിയിലും. ചോദ്യം 41. എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം: ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല. ചോദ്യം 42. അവൻ്റെ അടുത്തേക്ക് വന്ന വലിയ ജനക്കൂട്ടത്തോട് അവൻ തിരിഞ്ഞു നിന്ന് പറഞ്ഞതെന്ത്? ഉത്തരം: സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. ചോദ്യം 43. എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കാത്തത് ആർക്ക്? ഉത്തരം: സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വജീവനെ തന്നെയും വെറുക്കാത്ത ഒരാൾക്ക്. ചോദ്യം 44. സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് കഴിയാത്തതെന്ത്? ഉത്തരം: എൻ്റെ ശിഷ്യനായിരിക്കുവാൻ. ചോദ്യം 45. എന്ത് നോക്കാത്തവനായി നിങ്ങളിൽ ആരുണ്ട് എന്നാണ് ചോദിക്കുന്നത് ഏത് കാര്യത്തിലാണ്? ഉത്തരം: ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട തുക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചെലവ് ആദ്യമേ തന്നെ കണക്കു കൂട്ടി നോക്കാത്തവനായി. ചോദ്യം 46. പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ എന്തു ചെയ്യും? ഉത്തരം: ആക്ഷേപിക്കും. ചോദ്യം 47. ആക്ഷേപിക്കുന്നവർ പറയുന്നതെന്ത്? അവർ പറയും: ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ചോദ്യം 48.
ഏത് രാജാവാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നത് ഏത് കാര്യത്തിലാണ്? ഉത്തരം 20,000 ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ തന്നെ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന. ചോദ്യം 49. 20,000 ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടാൻ സാധിക്കുകയില്ല എന്നറിയുന്ന രാജാവ് എന്തു ചെയ്യും? ഉത്തരം അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. ചോദ്യം 50. ഡാഷ് നല്ലത് തന്നെ. ഉത്തരം ഉപ്പ്. ചോദ്യം 51. ഉറകെട്ടു പോയാൽ മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല എന്ന് പറയുന്നത് എന്തിനെയാണ്? ഉത്തരം ഉപ്പിനെ. ചോദ്യം 52. ഉപ്പ് ഉറകെട്ടു പോയാൽ അതിനെ എന്ത് ചെയ്യുന്നു? ഉത്തരം ആളുകൾ അത് പുറത്തെറിഞ്ഞു കളയുന്നു. ചോദ്യം 53. ആളുകൾ അത് പുറത്തെറിഞ്ഞു കളയുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതെന്ത്? ഉത്തരം കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചോദ്യം 54. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 35.